നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് ഓഫ് റോഡിങ് വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളൊരു വെഹിക്കിൾ റിവ്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ ഒരുപാട് നാളിന് ശേഷം വരുന്ന ഒരു വെഹിക്കിൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ടൊയോട്ടയുടെ SUV കാറ്റഗറിയിൽ എപ്പോഴും ചൂടപ്പം പോലെ വിറ്റ് പോകുന്നതും എപ്പോഴും ഡിമാൻഡുള്ളതുമായിട്ടുള്ള സെഗ്മെന്റ് അടക്കി വാഴുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. നമ്മുടെ കൂടെ ഇന്നുള്ളത് എക്സ്ട്രീംലി ഓഫ് റോഡ് കിറ്റ് കയറ്റിയിട്ടുള്ള, അതല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വളരെ ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള Type 1 ഫോർച്യൂണറാണ്. ഈ ഫോർച്യൂണർ എന്ന് പറയുന്നത് ഒരുപാട് മോഡിഫിക്കേഷൻസ് കയറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ലെജൻഡറി പജറോ ക്ലബിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ട്രിപ്പ് വഴി ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ജാക്ക് മോഡ്സ് ഗാരേജ് നടത്തുന്ന ജിത്തു ബ്രോയുടെ ഫോർച്യൂണറാണിത്. പുള്ളി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോർച്യൂണറിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. ഇതൊരു 2011 മോഡൽ Type 1 ഫോർച്യൂണറാണ്. Type 2 കിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രീംലി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫോർച്യൂണറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ആക്സസറീസ് ഉണ്ട്. നമുക്ക് ഓരോ ആക്സസറീസും എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് ബമ്പറാണ്. ഈ ഓഫ് റോഡ് ബമ്പർ എന്ന് പറയുന്നത് അയൺമാൻ്റെ ബമ്പറാണ് ഇതിന് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത്. അയൺമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ഓഫ് റോഡ് ആക്സസറീസിന് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അയൺമാൻ എന്ന് പറയുന്നത് ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് മേക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ ബ്രാൻഡാണ്. അപ്പം അവരുടെ തന്നെ ആയിട്ടുള്ള ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പറും അയൺമാൻ്റെ ബമ്പേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സും ഹെഡ് ലാംപ്സും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് എന്ന് പറയുന്നതും ആഫ്റ്റർ മാർക്കറ്റാണ്. വളരെയധികം നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ട്രിപ്പ് പോയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഫോഗ് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായത്. പിന്നെ അത് കൂടാതെ പറയാനാണെങ്കിൽ നമുക്ക് ഈ വെഹിക്കിളിനകത്ത് വരുന്ന കളർ എന്ന് പറയുന്നത് ജാഗ്വർ മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. കസ്റ്റം പെയിൻറ്റ് ജോബാണ് ചെയ്തിട്ടുള്ളത്. സെറാമിക് കോട്ടിംഗ് ഒക്കെ പകരം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഗ്രഫീൻ കോട്ടിംഗ് ആണ് ഇപ്പോൾ. അതേ സെയിം ഗ്രഫൈൻ കോട്ടിംഗ് ആണ് ഈ വെഹിക്കിളിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫ് റോഡ് ആക്സസറീസ് ബ്രാൻഡുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറയുക ഒന്ന് അയൺമാൻ ആണ്. പിന്നെ രണ്ടാമതുള്ളത് നമുക്ക് ഡോക്ടർ നാനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാണാം, നമുക്ക് ഈ സ്നോർക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്നോർക്കലാണ്. ഈ സ്നോർക്കൽ എന്ന് പറയുന്നത് ഡോക്ടർ നാനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോർച്യൂണറിന് വേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് സ്നോർക്കലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രില്ലിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ലെക്സസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ലെക്സസിൻ്റെ ടൈപ്പ് ഗ്രില്ലാണ് ഇതിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പല ഇപ്പോൾ നമ്മൾ LC എടുത്താലും അല്ല ഇപ്പം ഈവൻ ഇന്നോവയ്ക്ക് പോലും ലെക്സസ് ടൈപ്പിൻ്റെ ഗ്രില്ലുകൾ ഇപ്പോൾ ടൊയോട്ട ആഫ്റ്റർ മാർക്കറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അയൺമാൻ്റെ തന്നെ ആൻ്റണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു ടഫ് ലുക്ക് തരുന്ന ഓരോ ഓഫ് റോഡ് കാര്യങ്ങളാണ്. പിന്നെ ഈ ബമ്പറിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയിട്ടുണ്ട്. അപ്പം സാധാരണ സ്റ്റോക്ക് ബമ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അയൺമാൻ്റെ ബമ്പർ എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ അപ്രോച്ച് ആംഗിൾ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് തട്ടും എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു ഹിഡനായിട്ടിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ടീമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ അത്യാവശ്യം കൊണ്ടുപോകുന്ന കുറച്ച് ഓഫ് റോഡ് സാധനങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഒരു വിഞ്ച് എന്നുള്ളത്. ഒരു വിഞ്ചുള്ളൊരു വണ്ടി എപ്പോഴും ഓഫ് റോഡിന് പോകുന്നത് എപ്പോഴും അസറ്റ് തന്നെയാണ്. നമുക്ക് എപ്പോഴാണ് വണ്ടി സ്റ്റക്ക് ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വണ്ടി ടോ ചെയ്യേണ്ടതെന്ന സിറ്റുവേഷൻ നമുക്ക് വെറുതെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിഞ്ച് വേണം. ഈ വണ്ടിക്കകത്ത് ഒരു ഡോക്ടർ നാനോൻ്റെ 12,000 LBSൻ്റെ വിഞ്ച് വെച്ചിട്ടുണ്ട്. ആ വിഞ്ച് ഇവിടെ ഹിഡനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ വിഞ്ചിൻ്റെ ഹുക്കാണ് ഇവിടെ. ശരിക്കും ആ ഒരു റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ വിഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ബോണറ്റ് പൊക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 7 ഇഞ്ചിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള യെല്ലോ ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ബമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. അയൺമാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ബമ്പറാണെന്നുള്ളത്. പിന്നെ കൂടാതെ ഇവിടെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അവിടെ ഫോഗിലും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിക്കും. ഇതൊക്കെയാണ് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് വരുന്നത്. അപ്പം അയൺമാൻ അല്ലാതെ തന്നെ പല ARBയുടെ ബമ്പറുണ്ട്. പിന്നെ ARBയുടെ റെപ്ലിക്ക ബമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പ്രാഡിൻ്റെ ബമ്പറുണ്ട്. അങ്ങനെ ഒരുപാട് ബമ്പർ തന്നെ പല ബ്രാൻഡ്സിൻ്റെ പല വേരിയൻറ്റ് പല ടൈപ്പ് എല്ലാ വാഹനങ്ങൾക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന അയൺമാൻ്റെ ബമ്പർ തന്നെയാണ് ഇതിനകത്ത് ഇൻസ്റ്റോൾ ആയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ സൈഡ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഹൈറ്റ് വണ്ടിക്കുണ്ട് എന്നുള്ളത്. സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റെപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ടയർ എന്ന് പറയുന്നത് അരിവോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ MT ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇട്ടിരിക്കുന്നത് ഒരു 16 ഇഞ്ച് അലോയ് വീൽസിലാണ്. സാധാരണ നമ്മൾ സ്റ്റീൽ റിംസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലുള്ളത് 16 ഇഞ്ച് അലോയ് വീൽസിലാണ് ഈ ഒരു MT ടയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിൾ ഒരു 4 ഇഞ്ച് ലിഫ്റ്റാണ്. 4 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. അതിലും
യൂസ് ചെയ്തിട്ടുള്ള ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ കോയിൽ സ്പ്രിംഗ് എന്ന് പറയുന്നത് അയൺമാൻ്റെ കോയിൽ സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ ഡോക്ടർ നാനോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അപ്പർ കൺട്രോൾ ആവും, പിന്നെ സ്റ്റെബിലിറ്റി കിറ്റും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഡോക്ടർ നാനോയുടെ അയൺമാൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വർക്കെല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ സ്വന്തം ഗാരേജായ ജാക്ക് മോർസ് ഗാരേജിലാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്കിന്റെ ഹൈറ്റ് കാണാൻ തന്നെ മനസ്സിലാവും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ നമ്മൾ എല്ലാ കോമൺ സ്നോർക്കൽ കാണുന്നതെല്ലാം ഇങ്ങനെ തുമ്പിക്കെ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ തെള്ളിയിരിക്കുന്ന പ്രൊജക്ഷനുള്ള സ്നോർക്കലാണ്. പക്ഷേ ഇതിനകത്ത് ഡോക്ടർ നാനോന്റെ തന്നെ ഫോർച്യൂണിന് വേണ്ടി വരുന്നിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്നോർക്കലാണ്. ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്നോർക്കലാണ് വരുന്നത്. സ്നോർക്കലിൻ്റെയൊക്കെ യൂസ് നമ്മൾ ഫ്ലഡൊക്കെ വന്നപ്പോൾ കണ്ടതാണ് അല്ലേ, ഓഫ് റോഡ് വെഹിക്കിൾസ് ഒക്കെ പോയിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് സ്നോർക്കലൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 4 ഇഞ്ച് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചവിട്ടി കയറാനായിട്ട് നമ്മൾ കുറച്ച് കാലൊക്കെ പൊക്കെടുത്ത് കയറണം. അതൊക്കെയുള്ള പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഇതാണ് സൈഡ് വ്യൂ. പിന്നെ ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. ക്രോസ് ബാർ നിങ്ങൾക്ക് കാണാം, ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിയുടെ ഒരു റൂഫ് ബോക്സ്, നമ്മൾ റൂഫ് ബോക്സിൽ നിന്നും കരിയർ ബോക്സിൽ നിന്ന് ലഗേജ് ബോക്സിനൊക്കെ ലഗേജ് റാക്ക് എന്നൊക്കെ പറയാറുണ്ട്. തുള്ളിയുടെ ഒരു റൂഫ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ഈ റൂഫ് ബോക്സ് നമുക്ക് ഞാൻ കൂടുതൽ കേട്ടുള്ളത് പെൻഡേറിൻ്റെ തുള്ളിയുടെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് സ്ഥലമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ലോ കേസ് സേഫായിട്ടൊക്കെ വെക്കാം. ഈ റൂഫ് ബോക്സിനൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു സാധാരണ ഫോർച്യൂണർ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കൂടെയുള്ള ഈ ഫോർച്യൂണറിന് ഒരു 4 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പ്രൊഫൻഡർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 4-way അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ആണ് സസ്പെൻഷൻ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എപ്പോഴാണ് വരുന്നത് വെച്ചാൽ, നമ്മളിപ്പം വളരെ ഹാർഡായിട്ടുള്ള ഒരു ടെറയിൽ നമ്മൾ ഓഫ് റോഡിങ് ചെയ്ത് പോകുകയാണെങ്കിൽ അടുത്തട്ടുന്ന സിറ്റുവേഷനെ കൊണ്ട് നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂളായിട്ട് ആ ടെറയിനൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് സസ്പെൻഷൻ സെറ്റപ്പ് കംപ്ലീറ്റ്ലി അയൺമാൻ്റെയും ഡോക്ടർ മാൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സസ്പെൻഷൻ സെറ്റപ്പ് ഫുള്ള് പോകുന്നത്. നമ്മൾ റിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് TRDയുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്പോയിലറാണ്. അതിനുശേഷം നമുക്ക് ഏറ്റവും ശ്രദ്ധയപ്പെടുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ്സ് ആണ്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഹെഡ് ലൈറ്റ്സ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ്സ് ആണ്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പും ഇവിടെ വരുന്നത് ഫോർച്യൂണർ എന്നുള്ള ഒരു ക്ലാഡിംഗ് ഉണ്ട്, ഇലൂമിനേറ്റഡ് ക്ലാഡിംഗ് ആണ്. നമ്മൾ വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേനും ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള ഒരു ക്ലാഡിങ്ങും ഇവിടെ വരുന്നുണ്ട്. പിന്നുള്ളത് താഴെ 2 റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പിന്നെ റിയറിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ റൂഫ് ബോക്സും ഇവിടെ വളരെ പൊങ്ങി തന്നെ ഹൈറ്റായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അയൺമാൻ്റെ ഒരു സ്റ്റിക്കർ. ഇതൊക്കെയാണ് നമ്മൾ റിയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ നമ്മൾ എപ്പോഴും അട്രാക്റ്റീവായിട്ട് നമ്മൾ കാണുന്ന അതിൻ്റെ ടയർ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ MT ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അരിവോ എന്ന് പറയുന്ന ബ്രാൻഡ് MT ടയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പം മലമണ്ഡലം ഓഫ് റോഡൊക്കെ പോയപ്പോഴത്തേക്കിനും ഇതിൻ്റെ കേപ്പബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കാരണം വണ്ടി കൂളായിട്ടാണ് എല്ലാ ടെററിനും കീഴടക്കിയത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ പജുറകളായിട്ട് പോയപ്പോഴത്തേക്കിനും പജുറ അല്ലാത്ത ഒരു വാഹനം ഫോർച്യൂണർ തന്നെയായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എക്സ്റ്റീരിയറിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും. ഞാനിപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്റീരിയർ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അപ്പോൾസ്റ്റർ കൊടുത്തിട്ടുണ്ട്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് കളർ വരുന്ന ഒരു അപ്പോൾസ്റ്ററി മെറ്റീരിയലാണ്. ഇതിന് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പുതിയ ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. അത് കംപ്ലീറ്റ്ലി GPS എനേബിൾഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. പിന്നെ ഇന്റീരിയറിൽ നമുക്ക് വേറെ വലിയ പറയത്തക്കതായിട്ടുള്ള കസ്റ്റമൈസേഷൻ കാര്യമൊന്നുമില്ല. എല്ലാ മോഡ്സും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് എക്സ്റ്റീരിയറിലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഓഫ് റോഡ് വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളൊന്ന് പോയതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഇങ്ങനെ നമ്മളൊരു സാധാരണ സ്ഥലത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ഒരു ഇത് തോന്നില്ല. ഇതിനകത്ത് എന്തുകൊണ്ട് ഇത്രയും മോഡ്സ് വന്നിട്ടുള്ളൂ എന്നുള്ളത് കാര്യം നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്റീരിയറിൽ എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ. നമ്മൾ ജിത്തോയുടെ ഫോർച്യൂണറാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ മനസ്സുകൂട്ടലെല്ലാം എൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റിച്ചൊരു വണ്ടിയാണ്. കാരണം നമ്മൾ ഇത്രയും ഓഫ് റോഡ് സ്പെക്ക് ചെയ്തിട്ടും വണ്ടി ചില്ലെന്ന് പറഞ്ഞ് ചാടി നിൽക്കുകയാണ്. നമ്മൾ 5th പോകുന്നത്. എന്നിട്ടും ഇനിയും ബാക്കി ഒരുപാട് പവർ ത്രോട്ടിൻ്റെ അടിയിലുണ്ട്. നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഓൾറെഡി ഇത് ഓഫ് റോഡ് സ്പെക്ക് ചെയ്ത വണ്ടിയാണ്. ഇത്തരം മോഡ്സ് ഒക്കെ ഉണ്ട്, അഡീഷണൽ വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നിട്ടും വണ്ടി
ഒരു ഇഞ്ച് പോലും ഒരു തവണ പോലെ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ പമ്പ് കയറിപ്പോൾ നമുക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. 50 തന്നെയാണ് വണ്ടി പോകുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തന്നെയാണ് കേട്ടോ, ഇത്രയും ഒരു സ്പെക്ക് ചെയ്ത വണ്ടി ഇത്രയും സൂപ്പറായിട്ട് പോകുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. BMCയുടെ ഫിൽറ്ററൊക്കെയാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ പെർഫോമൻസും നമുക്ക് വണ്ടിക്ക് കാണാറുണ്ട്. പിന്നെ വണ്ടി റീമാപ്പ് ചെയ്തിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുള്ളിക്കാരുടെ സ്വന്തം ഗാരേജിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഓണർ ജിത്തുഭായ് നമ്മുടെ കൂടെ ഉണ്ട്. ജിത്തുഭായ് ഒരു ഹായ്. പുള്ളിയാണ് വണ്ടിയുടെ ഓണർ. പുള്ളിയുടെ നമുക്ക് ചോദിക്കാം വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ജിത്തുഭായ് വണ്ടി ഇതൊരു യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഒരു അഭിപ്രായം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? യൂസ് ചെയ്തിട്ട് നമ്മൾ 100% സാറ്റിസ്ഫൈഡ്. ഞാനിത് ഓടിച്ചപ്പോഴേ എന്റെ മനസ്സിലുണ്ടാകുന്ന ആദ്യം ഓടിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയത് ഇത്രയും വെയിറ്റ് ഒക്കെ വണ്ടിയാണല്ലോ, ഇത്രയും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. MT ടയറൊക്കെയാണ്, അപ്പൊ കുറച്ച് വലിയ കുറവുണ്ടായിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു വിചാരം അണ്ടർ പവർ ആയിരിക്കും എന്നൊരു ഉണ്ട്. പക്ഷെ ഓരോന്ന് ഓടിച്ചു കഴിഞ്ഞാൽ മാറാതെ ഉള്ളത്. അതെ ഇത്രയും ആഡൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പെർഫോമൻസ് വൈസിലായ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് സാറ്റിസ്ഫൈഡ്. ജിത്തുഭായ് എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര ഒരു വെഹിക്കിൾ എന്തൂസിയസ്റ്റ് ആണ്. പിന്നെ അതുപോലെ മാത്രം തന്നെ പുള്ളി ഒരു ഓഫ് റോഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഓഫ് റോഡ് എന്തൂസിയസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ റീസെന്റ് ഇപ്പോൾ വളരെ വൈറലായിട്ടുള്ള ഒരു ജീപ്പ് മറിയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്ത്, അപ്പോൾ അതിന്റെ വർക്കൊക്കെ പുള്ളിയുടെ സ്വന്തം ഗാരേജിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ പുള്ളിക്ക് തന്നെ ട്രാക്കിൽ ഇറക്കാനായിട്ട് ഒരു ജീപ്പിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓഫ് റോഡ് റാലീസിനും ഇവന്റ്സിനൊക്കെ പോകുന്ന ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ ജിത്തുഭായ്. അപ്പൊ അന്നത്തെ ആ ജീപ്പ് മറിയ സംഭവം അതിന് എന്താണ് ശരിക്കും അതിനെപ്പറ്റി എന്തോന്ന് പറയാൻ പറ്റും? ഭയങ്കര വൈറലായ വീഡിയോ ആയിരുന്നു. അതെ അതെ, അത് ആക്ച്വലി ഞാൻ ഡ്രൈവ് ചെയ്തത് ഞാനല്ല, അതെ ഞാൻ കോ ഡ്രൈവറായിരുന്നു. ഷാഫി എന്ന് പറയുന്നത് ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിയാണ് ഡ്രൈവ് ചെയ്തത്, പുള്ളിയുടെ ജീപ്പാണ്. അപ്പം നമ്മളത് ജീപ്പ് പവർ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. പുറത്തെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറക്കിയതാണ്. ഫസ്റ്റ് ഇറക്കിയ വണ്ടിയാണ്. ഇറക്കുമ്പോഴേക്കൊരു ആവശ്യം പക്ഷേ വേറെ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല, ആർക്കും പ്രശ്നം ഇല്ല. നമ്മൾ അതിനകത്ത് റോഡ് ഗേജും സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് 100% നമ്മൾ സേഫ്റ്റി നോക്കിയേ ചെയ്യത്തുള്ളൂ. ഇത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഗാരേജ് കളക്ഷനിൽ പുതിയൊരു വെടിക്കെട്ട് അഡിക്ഷൻ വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു അഡീഷനാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കുറച്ച് വിൽക്കോണികളോട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഒരു യമണ്ട വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതിൻ്റെ നോവിന് കാലമൊന്നും ഞാൻ തരുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാം, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അറിയാം. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് പുള്ളി ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി എക്സൈറ്റഡ് ആയി, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ എക്സൈറ്റ്മെന്റ് ചെയ്യാൻ തരാം. അതിന്റെ പണിയൊക്കെ കുറച്ച് ചെറിയ ചെറിയ മിനിറ്റുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു യമണ്ട വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഉചിതമായി നമുക്ക് എന്തായാലും വണ്ടി തന്നതിനും അതുകൊണ്ട് വലിയൊരു സമയം നമ്മുടെ ചെറിയ ചാനലിട്ട് അനുവദിച്ചതിനും വളരെ നന്ദി. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫോർച്യൂണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡ് അഡീഷൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓഫ് റോഡ് മോഡ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്തുകൊണ്ടാണെന്നും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മോഡിഫൈഡ് വെഹിക്കിൾസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇപ്പോഴും വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക.